വിശദമായി കടക്കുകയാണ്. ക്രിസ്മസിനൊരുങ്ങി ലോകം. തിരുപ്പിറവി ആഘോഷങ്ങളുടെ തിരക്കിലാണ് ദേവാലയങ്ങൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരം ലൂർദ് ഫെറോന പള്ളിയിൽ രാത്രി 10:30 കർദിനാൾ മാർ ജോർജ് കൂവക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുക്കർമ്മങ്ങളും പരിശുദ്ധ കുർബാനയും നടക്കും. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസ് കത്തീഡ്രലിൽ പാതിരാ കുർബാനയ്ക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നേതൃത്വം നൽകും. വി അരുണും ആജ്ഞ രവീന്ദ്രനും കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം വി അരുണിലേക്കാണ് പോകുന്നത്. അരുൺ പട്ടം ദേവാലയത്തിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, അവിടുത്തെ തിരുക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ അത് ആരംഭിച്ചോ? എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ, വിശേഷങ്ങൾ? ആര്യ, പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ തിരുപ്പിറവിയുടെ ഭാഗമായുള്ള പ്രാർത്ഥനകൾ നേരത്തെ തന്നെ ആരംഭിച്ചു. കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അല്പസമയം മുമ്പ് പ്രദക്ഷിണം അവസാനിച്ചു. അതിനുശേഷം ഇപ്പോൾ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം പാതിര കുർബാന ആരംഭിക്കും. ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവയാണ് തിരുപ്പിറവി ചടങ്ങുകൾക്ക് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നേതൃത്വം നൽകുന്നത്. പാളയം പള്ളിയിലും ലത്തീൻ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ വലിയ ആഘോഷ പരിപാടികൾ സമയത്തിനകം ആരംഭിക്കും. തലസ്ഥാനത്തെ ദേവാലയങ്ങളിലെല്ലാം വലിയ ആഘോഷ പരിപാടികളാണ്. തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയും അതുപോലെ തന്നെ ആഘോഷ പരിപാടികളുമാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇനി രാത്രിയോടുകൂടിയാണ് പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ തിരുപ്പിറവി ആഘോഷങ്ങളും പൂജകളും നടക്കുക. അടുത്തിടെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ചങ്ങനാശ്ശേരി സ്വദേശി കൂടിയായ അതിരൂപതയിലെ സീറോ മലബാർ സഭയുടെ തെക്കൻ മേഖലാ കേന്ദ്രത്തിലും ചങ്ങനാശ്ശേരി അതിരൂപത തലസ്ഥാനത്തെ ഫെറോന ദേവാലയത്തിൽ ലൂർദ് ഫെറോന പള്ളിയിലും ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ടിൽ ആയിരിക്കും. അദ്ദേഹവും നേരത്തെ തന്നെ ഇവിടെ എത്തിയത്. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അല്പസമയത്തിനകം അവിടെയും തിരുപ്പിറവിയുടെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. വി അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നിന്നുള്ള ചടങ്ങുകളുടെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളുമെല്ലാം ദേവാലയങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാഴ്ചകളിലേക്ക് Nature
ദേവാലയങ്ങളിലെല്ലാം തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശിഷ്ട ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ എറണാകുളത്തേക്ക് കൂടി പോവുകയാണ്. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണോ? എങ്ങനെയാണ് വിവരങ്ങൾ? ഇവിടെ പാതിര കുർബാന തുടങ്ങുന്നത് 11:30 മണിയോടുകൂടിയാണ്. സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നതുമായി ബന്ധപ്പെട്ടുള്ള തിരുപ്പിറവി ശുശ്രൂഷയും അതുപോലെ തന്നെ പാതിര കുർബാനയും ഒക്കെ വളരെ ആഘോഷപൂർവ്വം നടക്കുന്നതാണ്. കൊച്ചിയിൽ ദേവാലയങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ദേവാലയങ്ങളിൽ ഈ പറഞ്ഞതുപോലെ തിരുപ്പിറവി സന്ദേശങ്ങളും തിരുപ്പിറവി ശുശ്രൂഷകളും ഒക്കെ നടക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണിയേശുവിന്റെ ഓർമ്മ പുതുക്കി, കാലിത്തൊഴുത്തിൽ പിറന്നതിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ക്രിസ്മസ് പിറവിയിലേക്ക് കടക്കാൻ. 11:30 മണിയോടുകൂടിയാണ് ഇവിടെ സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ പാതിര കുർബാന ശുശ്രൂഷകൾ നടക്കാൻ അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളൊക്കെ തുടങ്ങുകയാണ്. അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലാണുള്ളത്. അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് ഇവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. മറ്റ് വിവിധ പള്ളികളിലായി വിവിധ സഭാധ്യക്ഷന്മാർ സന്ദേശങ്ങൾ, തിരുപ്പിറവി സന്ദേശങ്ങൾ നൽകുകയും അതുപോലെ പാതിര കുർബാനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. എന്തായാലും തിരുപ്പിറവിയെ നക്ഷത്ര തിളക്കത്തോടെയാണ് ക്രൈസ്തവർ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഈ കൊച്ചി നഗരമാകെ എല്ലായിടത്തും നമുക്ക് നക്ഷത്ര തിളക്കം തന്നെയാണ് കാണാൻ കഴിയുന്നത്. കൊച്ചി ദീപാലങ്കാരങ്ങളാകട്ടെ, നക്ഷത്രാലങ്കാരങ്ങളാകട്ടെ, ക്രിസ്മസ് ട്രീകളാകട്ടെ, അങ്ങനെ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ 11:30 മണിയോടെയാണ് ഇവിടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അതായത് ഇപ്പോൾ ദേവാലയങ്ങളിലേക്ക് ഈ സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിലേക്ക് പള്ളിയിലേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും 11:30 മണി വരെ നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ചടങ്ങുകൾ ആരംഭിക്കാൻ തിരുപ്പിറവി സന്ദേശവും അതുപോലെ തന്നെ പാതിര കുർബാനയും അതുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഒക്കെ ഇവിടെ 11:30 ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. എറണാകുളത്തെ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്നാണ് ആജ്ഞ നമുക്കൊപ്പം ചേരുന്നത്. അവിടെ പാതിര കുർബാന ആരംഭിക്കുന്നത് രാത്രി 11:30 ഇപ്പോൾ അതിനു മുമ്പായുള്ള വിശിഷ്ട ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആജ്ഞ, നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുന്നത് ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒക്കെ ആഘോഷമാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആ ഇടവകയിലുള്ള എല്ലാ ആളുകളും പള്ളിയിലേക്ക് ഒത്തുകൂടും. അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമല്ല, ആ ഒത്തൊരുമയുടെ ആ സ്നേഹത്തിന്റെ ആഘോഷങ്ങളുടെ കൂടി ഒരു ചിഹ്നമായി അത് മാറുകയാണ് എന്നുള്ളതാണ്. പള്ളിയിൽ മറ്റെന്തൊക്കെ ചടങ്ങുകളാണ് നടക്കുന്നത് ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട്? മറ്റ് ആഘോഷ പരിപാടികളോ മറ്റോ ഇന്ന് ആലോചിച്ചിട്ടുണ്ടോ?
ആര്യ, കൊച്ചി മുഴുവൻ അത്തരത്തിലുള്ള ആഘോഷ തിമിർപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പം ഫോർട്ട് കൊച്ചിയിലാണെങ്കിൽ കഴിഞ്ഞ ഒരു 10 ദിവസം നീളുന്ന കൊച്ചിൻ കാർണിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് എല്ലാം, അതായത് കൊച്ചി ശരിക്കും അങ്ങനെ തന്നെയാണ്. അതായത് പള്ളികളിലാകട്ടെ, ഇപ്പോൾ ഇടപ്പള്ളി പള്ളിയിലാണെങ്കിലും ഇവിടെ സെന്റ് ബസേലിക്ക ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് തന്നെയാണ് സെന്റ് ബസേലിക്കയും ഉള്ളത്. ഇവിടെയാണ്, അതായത് ലത്തീൻ സഭയുടെ പള്ളിയായിട്ടുള്ള ലത്തീൻ സഭയുടെ പള്ളിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരുപ്പിറവി ശുശ്രൂഷകളൊക്കെ ഇവിടെ, അതായത് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഏതാണ്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്നിരുന്നാൽ പോലും തിരുപ്പിറവി ശുശ്രൂഷയാകട്ടെ, അതല്ലെങ്കിൽ പാതിര കുർബാനയാകട്ടെ, അതൊക്കെ 11:30 മണിയോടുകൂടി ആരംഭിക്കുകയുള്ളൂ. സമീപത്തുള്ള വിവിധ ദേവാലയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ആര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകമെമ്പാടുമുള്ള ആളുകൾ, അതായത് മതീതര ഭേദത്തോടെ കൂടി തന്നെ ആഘോഷ തിമിർപ്പിലേക്ക് എത്തുന്ന ഒരു ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. അതിന് ജാതിമത ഭേദമന്യേ തന്നെ എല്ലാവരും ഒത്തൊരുമിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇപ്പൊ പള്ളിയിൽ എത്തുന്ന വിശ്വാസികൾ എന്നുള്ള ഒരു ഇതിൽ മാത്രമല്ല, അതായത് ക്രൈസ്തവ മതസ്ഥർ മാത്രമല്ല ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പള്ളിയിലെത്തിയിട്ടുള്ള എല്ലാത്തരം ആളുകളും അത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി, എല്ലാ ആഘോഷത്തിന്റെ ഭാഗമായി ആ ഒരു വൈബ് കീപ്പപ്പ് ചെയ്യാൻ, ആ ഒരു മൊമെന്റം കീപ്പപ്പ് ചെയ്യാൻ ഒക്കെ ആളുകൾ രാപകൽ ഇങ്ങനെ ഇപ്പൊ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പിറകെയാണ്. വെക്കേഷനാണ്, കുട്ടികളൊക്കെയും അതിന്റെ പിന്നാലെയുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസംബർ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ കൊച്ചിയിൽ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ ബ്രോഡ്വേയിലെ ഷോപ്പിംഗ് ഉത്സവങ്ങളൊക്കെ കണ്ടതാണ്. കാരണം ഒരു അത്ഭുത ലോകത്തേക്ക് ചെന്നപ്പെടുന്ന ആവേശമാണ് ഓരോ ആളുകൾക്കും. ഓരോ ക്രിസ്മസ് ട്രീ ഒരുക്കാനാകട്ടെ, റീത്തുകൾ ഒരുക്കാനാകട്ടെ, നക്ഷത്രങ്ങൾ ഒരുക്കാനാകട്ടെ, വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ നമ്മൾ ക്രിസ്മസിന് കണ്ടു നടന്നു. ഓരോ വർഷവും ഓരോ തരം വെറൈറ്റികളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു ആഘോഷത്തിന്റെ തുടക്കം ഡിസംബർ ആദ്യ ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാം. പക്ഷെ ഇന്നോടുകൂടി ആ ഒരു കാത്തിരിപ്പിന് വിരാമമാവുകയായിരുന്നു. രാത്രി 12 മണിയോടെ ക്രിസ്മസ് രാവ് എത്തിക്കഴിഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ അല്ലെങ്കിൽ കൂടുതൽ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ലോകത്തിലുള്ള എല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. ആര്യ, തീർച്ചയായും. ആജ്ഞ രവീന്ദ്രനാണ് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അവിടെ പാതിര കുർബാന 11:30-ക്കാണ് ആരംഭിക്കുന്നത്. എന്തായാലും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടും നഗരവും എല്ലാം തിരുപ്പിറവി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്, ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണ തോതിൽ എന്നുള്ളതാണ്. എങ്ങോട്ട് നോക്കിയാലും നമുക്ക് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ലൈറ്റുകളും ഒക്കെയായി വളരെ ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒക്കെ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണാനുള്ളത്.